നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എങ്ങനെ പണിയാം എന്നുള്ളതിൻ്റെ എല്ലാവിധ പ്രിക്കോഷൻസും നമ്മളിവിടെ വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഫ്ലഡ് ലൈറ്റ് തുടക്കി എല്ലാ കാര്യങ്ങളും റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്നത്തെ ഒരു രീതിയിലുള്ള ഫ്ലഡ് ലൈറ്റ് അല്ല നമുക്ക് സത്യം പറയുന്നുണ്ടെങ്കിൽ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലുള്ളത്. അപ്പം ലൈറ്റ് തുടങ്ങി, എന്താ പറയുക, സീറ്റ് തുടങ്ങി, പിച്ച് തുടങ്ങി, സ്ട്രെങ്തനിങ് വർക്കുകൾ, അതുപോലെ തന്നെ പവലിയൻ്റെ വർക്കുകൾ, അതുപോലെ തന്നെ VIP എൻട്രികൾ, VIP പിന്നെ എന്താണ് ഏരിയ, ഹോസ്പിറ്റാലിറ്റി, അങ്ങനെ അതുപോലെയുള്ള VIP ലോഞ്ചുകൾ, അതുപോലെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എൻട്രി കണ്ട് എന്താണ് ഈ പറയുന്ന കളി കണ്ട് തിരിച്ചു പോകാൻ വേണ്ട എല്ലാവിധ സംവിധാനങ്ങൾ, അതുപോലെ ഇവാക്യുവേഷൻ പ്ലാനിന് വേണ്ട കാര്യങ്ങൾ, പാർക്കിങ്ങിന് വേണ്ട കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ ഒരു 38 ഏക്കർ സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പറയുന്നത്. കാരണം നമുക്കത് ഫീൽ ചെയ്യാറില്ല. 38 ഏക്കർ സ്ഥലം നമ്മൾ ഇതുള്ളതാണ് കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എന്നുള്ളത്. പക്ഷേ 38 ഏക്കറും നമ്മൾക്ക് ഈ പറയുന്ന ഇൻ്റർനാഷണൽ മാച്ചിലേക്ക് വേണ്ടി വരും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എൻ്റെ ഈ പറയുന്ന 38 ഏക്കർ സ്റ്റേഡിയം ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയമായി ഉയർത്തുക എന്ന് പറയുന്നതാണ് ഈ 30 ദിവസം ഒരു ശ്രമകരമായ പണി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ എഞ്ചിനീയേഴ്സും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിലെ പ്ലാനും കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാരണം GCDൻ്റെ ഭാഗത്താണെങ്കിലും ഗവൺമെൻറ് ഭാഗത്താണെങ്കിലും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം അതനുസരിച്ചിട്ട് നമ്മൾ, കാരണം അവരെല്ലാം ടീം ഓഫ് എഞ്ചിനീയേഴ്സും ടീമും IAS IPS ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് ഭാഗത്ത് മിനിസ്റ്റർമാരടക്കമുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. ഇപ്പം അബ്ദുറഹ്മാൻ മിനിസ്റ്റർ, രാജീവ് മിനിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള രാജേഷ് മിനിസ്റ്റർ ഉണ്ട്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്.